ബോഡി മരിച്ചോ ഇല്ലയെന്ന് ഞാൻ ഡോക്ടറല്ല തീരുമാനിക്കാം. ആശുപത്രി എടുത്തോണ്ട് പോവുകയാണ്. ശരി, ആയിക്കോട്ടെ. ഈ വണ്ടി ഓടിച്ച ആളെ മെഡിക്കൽ പരിശോധന എടുത്തായിരുന്നു സാറേ? ഈ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന, ഈ ബസ് ഓടിച്ച ഡ്രൈവറെ ഓടിച്ചല്ലോ, നീട്ട് തന്നെ പോകത്തില്ലല്ലോ സാറേ? മാറ്റിയിട്ട് ആളെ പരിശോധിച്ചിട്ടുണ്ടോ ചോദിച്ചേ? അതാണ് സാറേ അങ്ങനെ പറയാൻ പറ്റും? മെഡിക്കൽ അത് നോട്ടത്തിൽ അറിയാവുന്ന അങ്ങനെ അറിയാൻ പറ്റുന്നില്ല സാറേ. അങ്ങനൊന്നും പറയല്ലേ സാറേ, അങ്ങനൊന്നും പറയല്ലേ. അതെന്തോ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ റോഡിൽ നിന്ന് നിങ്ങൾ പിന്നെ മെഷീൻ ഇവിടെ വരച്ചിട്ടില്ല. എയർ കയറ്റി എന്ന് പറയല്ലേ? എയർ കയറ്റി ഭയങ്കര സൗണ്ട് ഉണ്ടാവും വണ്ടി, അതറിയാമോ? സൗണ്ട് ഉണ്ടാവത്തില്ല, മനസ്സിലായോ? സൗണ്ട് ഉണ്ടാവും. ഒരാളുണ്ടെങ്കിൽ എന്നിട്ട് മാറും. ഇയാൾ മനപൂർവ്വം കൊലപാതകം ഇയാൾ മറച്ചു വെച്ചേക്കുവാ. എന്നിട്ട് ഇയാൾ പറയും 25 ദിവസം പഠിച്ചാൽ മതി. ഞങ്ങൾ ചോദിച്ചാൽ മറുപടി അത് ഇയാൾ പറയുന്നത്. മര്യാദ കാണിക്കല്ലോ കേട്ടോ. നിങ്ങൾ തെമ്മാടിത്തരം പറയരുത്. ഇയാളെന്തോ പറയുന്നത്? വണ്ടി ഓടിക്കുന്നത് ഞങ്ങളെന്തോ പറഞ്ഞേ? ഇന്നലെ രാത്രി മനപ്പൂർവ്വം ഒരുത്താൻ വണ്ടി ഇടിച്ചു വന്നു. ആ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി പോയി. അതുകൊണ്ട് നിങ്ങൾ ആ തൊന്മാടത്തരം കാണിച്ചിട്ട് വണ്ടി ഓടിച്ച ആൾക്ക് പിന്നെ ജാമ്യം എടുത്തോ? ഇല്ല, ജാമ്യം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രി അറിയിച്ചില്ല. ഈ വാർഡ് മെമ്പർ അറിയിച്ചായിരുന്നു. ഞാൻ ഈ രാത്രി സെക്യൂരിറ്റി പിൻവലിക്കാൻ ആരുടെ തീരുമാനമാണ്? അല്ല, ഞങ്ങൾക്ക് പഞ്ചായത്ത് അറിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു. ദൃശ്യമാധ്യമങ്ങൾക്ക് അറിയത്തില്ല, പോലീസിന് അറിയത്തില്ല, KSRTC ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല. ഒരു പാവപ്പെട്ട ഒരു മേൽവിലാസം ഗതാഗത വകുപ്പ് മന്ത്രി സത്യം പറഞ്ഞ് പ്രതികർക്കണ്ട, ഈ കേസിൽ പ്രതികർക്കണ്ട ആളൊക്കെ പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന് നാളും ഒരു പുള്ളി കൊണ്ട് ബസ് ഓടിക്കുന്ന മര്യാദക്കാർ കാണും. പക്ഷെ കൂടുതലാവുമാരും വൃത്തികെട്ടവന്മാരാ. അവർക്ക് തോന്നിയതുപോലെ വണ്ടി കൊണ്ട് ഓടിക്കുന്നത്. രാത്രി വണ്ടി ഓടാത്ത സ്റ്റാൻഡ് ആര് ആത്മഹത്യ വരുന്നത്? ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇന്നലെ രാത്രി ദാരുണമായി ഈ പത്രാറ് KSRTC സ്റ്റാൻഡിൽ മരിക്കാനിടയായത്.